ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചു. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റെയും ന്യൂസിലൻഡ് മന്ത്രി ടോസ് മക്സയുടെയും നേതൃത്വത്തിലാണ് ഈ കരാറുകൾ ഒപ്പുവെച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബാലു, ഈ കരാർ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? രതീഷ്, ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് കയറ്റി അയക്കുന്ന ടെക്സ്റ്റൈൽ, പ്ലാസ്റ്റിക്, ലെതർ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ നികുതി ഇളവ് നൽകുന്ന കരാറാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, ഫാഷൻ വസ്ത്രങ്ങൾ എന്നിവ ന്യൂസിലാൻഡിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഈ കരാറിന്റെ ഗുണം ലഭിക്കുമെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 20 ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം ന്യൂസിലാൻഡ് നടത്തുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ ന്യൂസിലാൻഡിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വൻ നേട്ടമാണ് ഈ കരാറിലൂടെ ലഭിക്കുകയെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിരുദ പഠനത്തിന് പോകുന്നവർക്ക് പഠനശേഷം 3 വർഷം ന്യൂസിലാൻഡിൽ തങ്ങുന്നതിന് വർക്ക് വിസ ലഭിക്കുന്നതായിരിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ വർക്ക് വിസയാണ് ലഭിക്കുക. പഠന സമയത്ത് ജോലി ചെയ്യുന്നതിനുള്ള അവസരവും ഈ കരാറിലൂടെ ലഭിക്കുമെന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വലിയ നേട്ടമുണ്ടാക്കുന്ന കരാറാണ്. വ്യാപാര വാണിജ്യ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കും എന്നാണ് ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.